ഹലോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നാഗരോട് കടവ് പാലത്തിലാണ്. പടിഞ്ഞാറേക്കര സൈഡിൽ നിന്നാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. പാലത്തിൻ്റെ ടാറിങ്ങും അപ്രോച്ച് റോഡിലെ ടാറിങ്ങുമാണ് ഇനി ബാക്കിയുള്ളത്. ബാക്കിയുള്ള എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. യാത്രയ്ക്ക് തടസ്സമൊന്നുമില്ല. ഈ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഉദ്ഘാടനത്തിൻ്റെ അന്ന് വന്നു പോയതിന് ശേഷം ഇന്നാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്നത്. ബഹുമാനപ്പെട്ട KT ജലീൽ MLA ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഈ പാലത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ആർച്ച് തന്നെയാണ്. ആർച്ചിൽ കാണുന്ന ഒരു റെയിൻബോ കളറാണ് ഇതിൻ്റെ അട്രാക്ഷൻ. പാലം കാണാനൊക്കെ നിരവധി ആളുകളാണ് അതിലൂടെ വരുന്നതും കടന്നു പോകുന്നതും. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഈ പാലത്തിലൂടെ ചമ്രോട്ടം പാലം വഴി പൊന്നാനി ഭാഗത്തേക്ക് എങ്ങനെ പോകാം എന്നുള്ളതിനെ പറ്റിയാണ്. പുറത്തൂരും സമീപ പ്രദേശത്തുള്ള ആളുകൾക്കൊന്നും ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഇത് അറിയാത്ത ആളുകൾക്കുള്ളതായിട്ട് കണ്ടാൽ മതി. കോഴിക്കോട് ഭാഗത്തുനിന്ന് നിലവിൽ വരുന്നത് പരപ്പനങ്ങാടി, താന്നൂർ, തിരൂർ, ബീപ്പിയങ്ങാടി വഴിയാണ്. ആ റോഡ് വഴി വരുമ്പോൾ മിക്കപ്പോഴും ട്രാഫിക് ആയിരിക്കും. എന്നാൽ ഈ റോഡ് വഴി വരികയാണെങ്കിൽ താന്നൂരിൽ പരപ്പനങ്ങാടിയിൽ നിന്നോ തീരദേശ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ നായർ റോഡ് എന്ന സ്ഥലത്തുനിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ഈ പാലത്തിലൂടെ നമുക്ക് കാവിലക്കാട് ഭാഗത്തേക്ക് എത്തിച്ചേരാൻ പറ്റും. റോഡ് കുറച്ച് വീതി കുറവാണെങ്കിലും ഈ അടുത്ത കാലത്ത് ടാർ ചെയ്ത റോഡായത് കാരണം റോഡിൽ കേടുപാടുകളൊന്നുമില്ല, സുഖമായിട്ട് യാത്ര ചെയ്യാം. കുറച്ച് വീതി കുറവുണ്ടെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. മംഗലം പാലം അടച്ചതോടെ മംഗലുള്ള ആളുകൾക്കും പടിഞ്ഞാറക്കര ഭാഗത്തുള്ള ആളുകൾക്കും വളരെ ഉപകാരമാണ് ഈ റോഡും പാലവും. ഏകദേശം 1 കിലോമീറ്റർ താഴെ യാത്ര ചെയ്താൽ നമുക്ക് കാവിലക്കാട് അങ്ങാടിയിൽ എത്തിച്ചേരാൻ പറ്റും. നമുക്ക് ഏകദേശം കാവിലക്കാട് അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ തിരൂർ ഭാഗത്തേക്കും, വലത്തോട്ട് തിരിഞ്ഞാൽ പുറത്തൂർ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കും പോകാൻ സാധിക്കും. എന്നാൽ ഈ കാവലക്കാട് ഭാഗത്തുനിന്ന് ആദ്യം കാണുന്ന ലെഫ്റ്റ് തിരിഞ്ഞാൽ നേരെ ചമ്രോട്ടം പാലം വഴി പൊന്നാനിയിലേക്ക് ട്രാഫിക്കൊന്നും അധികം ഇല്ലാതെ പോകാൻ സാധിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ തിരിയേണ്ടത്.